എങ്ങനെ നെഗറ്റീവ് ആൾക്കാരിലെ നെഗറ്റീവ് കമന്റ്സിനോട് ചേച്ചി റിപ്ലൈ കൊടുക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഞാനിപ്പോ കുറെ ഇന്റർവ്യൂ കൊടുത്തു, അതിനകത്ത് എന്തായാലും നെഗറ്റീവ് കമന്റ് വരും. എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് കമന്റ് വരും. അതെന്താ അങ്ങനെ? ഇപ്പൊ അങ്ങനെയൊന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാ. ഞാൻ എന്തെങ്കിലും വായിക്കാതിരിക്കില്ലോ, നമുക്കൊരു സുഖമുള്ളത് വായിക്കാൻ. കാരണം എന്തായാലും നല്ല കുറെ കമന്റ് ഉണ്ടാവും. എനിക്ക് ഇതുപോലെ 1, 2, 10, 12 ഉണ്ടാവും. നിൽക്കേ ഞാൻ വായിച്ച ആ ഓരോ നെഗറ്റീവ് കമന്റ് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇവൻ ഒട്ടുക്കത്തെ അവൻ പണ്ടാറടിക്കുമ്പോൾ നശിച്ചു പോട്ടെ. ഞാൻ മനസ്സിൽ പറഞ്ഞവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഉണ്ടായാൽ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ചേച്ചി സോറി കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇന്ന് ഇതിനെതിരെ പറഞ്ഞാലും ഞാൻ പറയും, ഒരാകെ ഏൽക്കുന്ന എനിക്ക് ഉറപ്പാണ്. എന്റെ കരുനാക്ക വലിച്ചിരിക്കും. എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ഇപ്പൊ സ്നേഹബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരാളാണ് ചേച്ചി. ആണ്, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നാളെ കണ്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്ത് പോയിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി, തല്ലുണ്ടായിന്ന് വെച്ചോ, ഞാൻ പിറ്റേ ദിവസം നിങ്ങളോട് സംസാരിക്കും. അതെന്താ? പലതരത്തിലുള്ള ന്യൂസുകൾ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ചേച്ചിക്ക് ലൊക്കേഷനിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. മോളെ, എനിക്ക് ലൊക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ സ്പോട്ടിൽ പ്രതികരിക്കും, നല്ലത് കൊടുക്കും. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അങ്ങനെ പ്രതികരിക്കേണ്ടത് ആ പ്രതികരിക്കുന്ന സാഹചര്യം പണ്ട് പടം നടക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അപ്പുറത്ത് നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, ആ പടത്തിൽ ഞാൻ അഭിനയിക്കാതെ നിന്നിട്ടുണ്ട്. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്, അതിന് കൊടുക്കണം പൈസ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാത്ത ഫീൽഡ് ഉണ്ടോ? ഈ സിനിമ ഫീൽഡ് മാത്രമേ ഉള്ളൂ, എല്ലാ ഫീൽഡിലും ഉണ്ട്. വെരി നാച്ചുറൽ. ഉണ്ടാവാതിരിക്കില്ല, അത് വെറുതെ പറയണതാ. കളി കുറെ ഞാനും കണ്ടതാണ് മോനെ. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതെന്നെ ടെക്നിക്? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് അത് ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ അറിയണം. അത് അറിയാത്ത ആൾക്കാരെ ആ ഫീൽഡ് വിട്ടുപോയിക്കൊള്ളാം. വെറുതെ അവിടെ നിന്ന് കുറ്റം പറയരുത്. സിനിമയിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഉണ്ടാക്കിയ എന്റെ റൂമിന്റെ കുറ്റിയിരിക്കുന്ന എന്റെ അകത്ത് വാതിലിന്റെ ബോൾ അകത്താ, അല്ലാതെ പുറത്തുനിന്നല്ല തുറന്നു കയറണത്. അത് മുട്ടി തുറക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മള് തുറന്നു കൊടുക്കാതെ ആരും കേറില്ലല്ലോ. ആരും കയറില്ലല്ലോ. പിന്നെ എന്തിനാ പിന്നെ മുട്ടി പുറത്തുനിന്ന് വേളം വെച്ച് എന്ത് വേളം വെച്ച് ഷോ വട്ടി ഷോ. രാത്രി എന്തായാലും 12 മണിക്ക് ശേഷം വരുന്നവൻ വേദം വായിക്കാൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകില്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അപ്പൊ നമ്മൾ തുറക്കരുതെന്നേ. അവിടെ കിടന്ന് അടിച്ചിട്ട് ചിലപ്പോൾ 2 അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ടായിരിക്കും മുട്ടുണ്ടാവുക. അവന് ബോധം ഉണ്ടാവില്ല. നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ അവിടെ കിടന്നുറങ്ങിക്കോളാം. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? രാവിലെ എന്തുണ്ട് സാറേ വിശേഷം, സുഖാണോ ചോദിക്കാനുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടായാൽ മതി. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഉറപ്പായിട്ടും ശരിക്കും ഈ പിന്നെ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കും ചെയ്യണം. ഞാനാണ് പരസ്യം, ചേട്ടാ ഇന്നലെ രാത്രി ഒന്ന് മുട്ടിയത് ശരിയായില്ല, എന്റെ അടുത്ത് രാത്രി ഒന്ന് മുട്ടരുത്, ചേട്ടൻ ഇപ്പൊ വലുതും പറയാനുണ്ടോ, ഞാൻ ചോദിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഡയറക്ടർ നേരിട്ട് ഞാൻ ചോദിച്ചിരിക്കും. ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും, ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം.